കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 23, തിരുവചനങ്ങൾ 1 മുതൽ. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യന്മാരോടും അരുൾ ചെയ്തു: നിയമജ്ഞരും ഫരിസയരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു, സഹായിക്കുവാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടകൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു. റബ്ബി എന്ന് സംബോധനം ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്, എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേയുള്ളൂ. നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്, എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേയുള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. നിങ്ങൾ നേതാക്കന്മാർ എന്നും വിളിക്കപ്പെടരുത്, എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഇസ്രായേൽ ജനത്തോട് കർത്താവ് വളരെ കർക്കശത്തോടെ സംസാരിക്കുന്ന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ആദ്യ അധ്യായത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചു കേട്ടത്. നമ്മളോടും ഇസ്രായേൽ ജനങ്ങളോടുമെല്ലാം കർത്താവ് പറയുന്നൊരു കാര്യം ഇതാണ്: നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ, നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ, നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നദ്ധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം വായിച്ചാൽ അറിയാം, കർത്താവ് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് അവരോട് പറയുകയാണ്: എന്നിട്ടും നിങ്ങൾ എനിക്കെതിരെ പ്രവർത്തിച്ചു. കാള തൻ്റെ ഉടയവനെ അറിയുന്നു, കഴുത തൻ്റെ യജമാനനെ, പക്ഷേ നിങ്ങൾ എന്നെ അറിയുന്നില്ല. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്ന 2 കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, വരുവിൻ, നമുക്ക് രമിതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അത് ഞാൻ കഴുകി വെണ്മയുള്ളതാക്കാം. ഇസ്രായേൽ ജനത്തെ, തന്നിൽ നിന്ന് അകന്നുപോയ ജനത്തെ ദൈവം തിരികെ വിളിച്ചിട്ട് പറയുകയാണ്: വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. പ്രിയമുള്ളവർ, ഈ ഒരു നോമ്പ് കാലവും ദൈവം നമ്മളെ അനുതാപത്തിലേക്ക് വിളിക്കുന്ന ഈ ഒരു ക്ഷണത്തിൻ്റെ സമയമാണ്. നമ്മുടെ പാപങ്ങളെല്ലാം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സ്പഷ്ടമാണ്, വ്യക്തമാണ്. നമ്മൾ ഇത്രയേറെ അനുഗ്രഹിച്ചിട്ടും ജീവിതത്തെ ഇത്രയേറെ കരുതിയിട്ടും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയതിനെ ഓർത്ത് ദൈവം വേദനിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തെ നോക്കി, നിങ്ങളും സോദോം ഗൊമോറയെ പോലെ തന്നെ ജീവിക്കുകയാണോ എന്ന് ദൈവം ചോദിക്കുന്നുണ്ട്. നമ്മളിലേക്ക് നോക്കി ചോദിക്കാം, ഇത്രയേറെ കൃപയും കരുതലും അനുഗ്രഹവും കിട്ടിയിട്ടും ദൈവസന്നിധിയിൽ ഞാൻ എത്രമാത്രം വിശ്വസ്തയോടെയാണ് ജീവിക്കുന്നത്? നിന്റെ ദൈവം പറയാണ്, തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വിധം നിൻ്റെ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നീ എൻ്റെ അടുക്കലേക്ക് തിരികെ വരാൻ തയ്യാറായാൽ നിൻ്റെ പാപങ്ങളെ ഞാൻ കഴുകി നിന്നെ മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി തീർക്കാം. പ്രിയമുള്ളവരെ, ഈ ഒരു ദൈവസന്നിധിയിലിരിക്കുന്ന ഈ സമയം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കരുണയുടെ വാതിലാണ് ഇത്. കുമ്പസാരം എന്ന കുദാശയും അനുതാപത്തിൻ്റെ ശുശ്രൂഷയും എല്ലാം നമ്മളൊരിക്കലും ഇത് നഷ്ടപ്പെടുത്തരുതെന്ന് ദൈവം ആഗ്രഹിക്കുക. നമ്മളാരും നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരും എത്ര വലിയ പാപികളാണെങ്കിലും കർത്താവിൻ്റെ കരുണയിലേക്ക് മടങ്ങിച്ചെല്ലാം. ഞാൻ അവിടേക്ക് കയറി ചെന്നാൽ എനിക്കവിടെ രക്ഷയുണ്ട്, എനിക്കവിടെ കരുണയുണ്ട്, സ്നേഹമുണ്ടെന്ന് ദൈവം ആവർത്തിച്ച് പറയുന്നുണ്ട്. പിന്നീട് യെശയ്യാ 1:19 നമ്മൾ വായിക്കുകയാണ്: അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും, അനുസരിച്ചില്ലെങ്കിൽ വാളിന് ഇരയായിത്തീരും. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ അനുസരണത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. ബൈബിളിലുടനീളം ദൈവം മനുഷ്യമക്കളിൽ നിന്ന്, ദൈവമക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം അനുസരണമാണ്. കാരണം നമ്മൾ ഒരുപക്ഷേ നമുക്ക് പാലിക്കുവാൻ ഏറ്റവും പാടുള്ളൊരു കാര്യം അനുസരണമാണ്.
കാരണം അനുസരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ആഗ്രഹത്തെ, തൻ്റെ ഇച്ഛയെ തന്നെ മാറ്റിവെച്ചിട്ട് മറ്റൊരാൾ പറയുന്നൊരു കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കുകയാണ്, മുൻഗണന കൊടുക്കുവാണ്. ദൈവത്തെ അനുസരിക്കുന്ന ഓരോ വ്യക്തിയും തന്നേക്കാൾ അധികമായിട്ട് തൻ്റെ ഇഷ്ടങ്ങൾ, തൻ്റെ താല്പര്യങ്ങൾ, തൻ്റെ ചിന്താഗതികളെ മാറ്റിവെച്ച് ദൈവം കൽപ്പിക്കുന്ന വഴിയിലൂടെ നടക്കാൻ തീരുമാനിക്കുക. ഇത് സ്വയം ബലിയാകുന്നതിന് തുല്യമാണ്. ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിച്ച് കുരിശെടുക്കണം. ഈ സ്വയം പരിത്യജിക്കൽ, അനുസരണമെല്ലാം സ്വയം ബലിയാകലാണ്. ദൈവസന്നിധിയിൽ ഞാൻ എന്നെ തന്നെ ബലി ചെയ്യുവാണ്. ഇന്നു മുതൽ എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ താല്പര്യമല്ല, കർത്താവെ നീ കൽപ്പിക്കുന്ന വഴിയിലൂടെ ഞാൻ നടക്കാമെന്ന് പറഞ്ഞ് ദൈവത്തെ മാനിക്കുന്ന, ആദരിക്കുന്ന, ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ നടക്കാൻ തയ്യാറാകുന്ന ജീവിതത്തിൻ്റെ മനോഭാവം. ബൈബിളിലൂടെ നീളം പ്രിയമുള്ളവരെ, ദൈവത്തെ അനുസരിച്ചവരുടെ വലിയൊരു നിര നമുക്ക് കാണാം. ദൈവം തൻ്റെ മകനെ ബലി കഴിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ മറുത്തൊന്നും ചോദിക്കാതെ, എന്തിനാണ്, എന്തുകൊണ്ടാണ് എന്നുള്ള വാദപ്രയോഗങ്ങളോ അറിവോ ഒന്നും ചോദിക്കാതെ അനുസരിക്കാൻ തയ്യാറായ അബ്രാഹത്തെ നമുക്ക് കാണാം. പെട്ടകം പണിയാൻ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ മറ്റുള്ളവർ തന്നെ കളിയാക്കിയിട്ടും ആരും തന്നെ സപ്പോർട്ട് ചെയ്യാതിരുന്നിട്ടും ദൈവം കൽപ്പിച്ച കാര്യങ്ങൾ അതേപോലെ നിറവേറ്റിയ നോഹയെ നമുക്ക് കാണാം. ജനത്തെ നയിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ആദ്യമൊക്കെ ചെറിയ വാദങ്ങളൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ദൈവം കൽപ്പിച്ചതുപോലെ ജനത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച മോശയെ നമുക്ക് കാണാം. ജെറീക്കോ പട്ടണം എങ്ങനെ പിടിച്ചടക്കണമെന്ന് ദൈവം പറഞ്ഞതനുസരിച്ച് വാളും പരിചയം കൊണ്ടല്ല, പ്രാർത്ഥന കൊണ്ട് ജെറീക്കോയെ കീഴടക്കിയ ജോഷുവയെ നമുക്ക് കാണാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിനോട് പൂർണ്ണ സമ്മതം നൽകിയ മറിയത്തെ നമുക്ക് കാണാം. എല്ലാറ്റിലും ഉപരി കുരിശുമരണത്തോളം തൻ്റെ പിതാവിനെ അനുസരിച്ച ഈശോയെ നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, എവിടെയൊക്കെ അനുസരണമുണ്ടോ അവിടെയൊക്കെ അനുഗ്രഹമുണ്ട്. എവിടെയൊക്കെ ദൈവം കൽപ്പിക്കുന്ന വഴികളോട്, ദൈവം കാണിച്ചു തരുന്ന മാർഗങ്ങളോട് പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കാൻ തയ്യാറാകുന്നു, അവിടെയൊക്കെ അനുഗ്രഹമുണ്ട്. അബ്രാഹത്തോട് പറഞ്ഞു, നീ എന്നെ അനുസരിക്കാൻ തയ്യാറായതുകൊണ്ട് നിന്നിലൂടെ ജനതകൾ അനുഗ്രഹിക്കപ്പെട്ടു. കർത്താവിൻ്റെ കുരിശുമരണം വരെയുള്ള അനുസരണം വഴി നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, അനുസരണം എവിടെയുണ്ടോ അവിടെ അനുഗ്രഹമുണ്ട്. കാരണം അനുസരിക്കുന്ന ഓരോ വ്യക്തിയും തന്നേക്കാൾ അധികമായിട്ട് ദൈവത്തെ മാനിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു. എന്നാൽ അനുസരിക്കാത്തവരുടെ ജീവിതത്തിലേക്ക് നാശങ്ങൾ കടന്നു വരുന്നത് നമുക്ക് കാണാം. ഇസ്രായേൽ ജനം ഏറ്റവും അധികം തകർക്കപ്പെട്ടതും പ്രവാസത്തിലേക്ക് പോയതുമെല്ലാം അനുസരിക്കാത്തത് വഴിയാണ്. പല രാജാക്കന്മാർ, ആഹാസിനെ പോലെയുള്ള പല രാജാക്കന്മാർ ദൈവം പറഞ്ഞത് കേൾക്കാതിരുന്നത് കൊണ്ട്, സാവൂൾ ഉൾപ്പെടെ, സോളമൻ ഉൾപ്പെടെ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാത്തവരെല്ലാവരും, അനുസരിക്കാത്തവരെല്ലാവരും നാശത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കർത്താവ് പറയുന്നൊരു കാര്യം ഇതാണ്: നിങ്ങളെ അനുസരിക്കുവാൻ, നിങ്ങളെ പഠിപ്പിക്കുന്ന നിയമജ്ഞരെയും ഫരിസേരെയും അനുസരിക്കുവിൻ, എന്നാൽ അവരെ അനുകരിക്കരുത്. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ പുരോഹിതരെക്കുറിച്ചും അല്ലെങ്കിൽ പിതാക്കന്മാരെക്കുറിച്ചും ഒക്കെയുള്ളൊരു കാര്യം ഇത് തന്നെയാണ്. ജനങ്ങളെ പഠിപ്പിക്കുവാൻ വിളിക്കപ്പെട്ടവരാണവർ. അവരുടെ വാക്കുകൾ നിങ്ങൾ അനുസരിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടും. എന്നാൽ അവർ ചെയ്യുന്നതെല്ലാം നിങ്ങൾ അനുകരിക്കരുത്. ഇന്ന് പുരോഹിത സമൂഹവും വൈദികരും അതോടൊപ്പം തന്നെ ബിഷപ്പുമാരും എല്ലാം ഒത്തിരിയേറെ കുറ്റപ്പെടുത്തപ്പെടുന്ന, അതല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അവരുടെ ഭാഗത്തും അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തും തെറ്റുകളുണ്ട്, ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങൾക്കും തെറ്റുപറ്റാം. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങളുടെ വിശ്വാസം എന്നത് വൈദികരിലോ ബിഷപ്പുമാരിലോ അല്ല, നിങ്ങളുടെ വിശ്വാസം ക്രിസ്തുവിലാണ്. നിങ്ങളെ നയിക്കുവാൻ, നിങ്ങളെ ദൈവത്തിൻ്റെ പാതയിലൂടെ നയിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് വൈദികരും പിതാക്കന്മാരുമെല്ലാം. അവരെ നിങ്ങൾ അനുസരിക്കുന്നത് വഴി ദൈവത്തെ തന്നെയാണ് നിങ്ങൾ അനുസരിക്കുന്നത്. എന്നാൽ അവരെ അനുകരിച്ചുകൊണ്ടല്ല നിങ്ങളുടെ വിശ്വാസം ഒരുപക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇത് വൈദികരെ സംബന്ധിച്ച് മാത്രമല്ല, കുടുംബത്തിലുള്ള എല്ലാ പിതാക്കന്മാർക്കും മാതാപിതാക്കൾക്കും ഇത് ബാധകമാണ്. നിങ്ങളായിരിക്കുന്ന ഓരോ ജീവിത മേഖലയിലും ഇത് ബാധകമാണ്. ഞാനായിരിക്കുന്ന ഓരോ ജീവിത മേഖലയിലും ഞാനൊരു ഹിപ്പോക്രിറ്റായിട്ട് ജീവിക്കുവാണ്, ഒരു കപടനാട്യക്കാരനെ പോലെ ജീവിക്കുവാണ്. ആളുകളെ പ്രീതിപ്പെടുത്താനുള്ള വിശ്വാസം, മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടുന്ന ജീവിതത്തിലെ നിലപാടുകൾ, മറ്റുള്ളവരെന്നെക്കുറിച്ച് നല്ലത് പറയാൻ, മറ്റുള്ളവരുടെ മുൻപിൽ നല്ലൊരു യശസ് ഉയർത്തുവാൻ, മറ്റുള്ളവരുടെ മുൻപിൽ ആളാകുവാനുള്ളൊരു ജീവിതമാണോ എൻ്റേത്? അതോ ദൈവസന്നിധിയിൽ കറതീർന്ന പരിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലം
കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുവാണ്, നിങ്ങൾ അനുകരിക്കേണ്ട ഒരേ ഒരാൾ ദൈവം മാത്രമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഗുരുവായിട്ട് കർത്താവേ ഉള്ളൂ, നേതാവായിട്ട് ക്രിസ്തുവേ ഉള്ളൂ, പിതാവായിട്ട് സ്വർഗസ്ഥനായ പിതാവേ ഉള്ളൂ. ആ ദൈവത്തെ മാത്രമേ നിങ്ങൾ ചേർന്ന് നിൽക്കാവുള്ളൂ. മനുഷ്യരിലല്ല നിങ്ങൾ ആശ്രയം വെക്കേണ്ടത്. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ അങ്ങേ അനുസരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങേ അനുസരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വൈദികരെയും സന്യസ്തരെയും അതോടൊപ്പം തന്നെ അങ്ങേ പിൻചെല്ലുവാൻ ഞങ്ങളെ നയിക്കുന്ന പിതാക്കന്മാരെയും എല്ലാം കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെ അനുസരിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ തരണമേ. എല്ലാറ്റിലും ഉപരി ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ, എൻ്റെ വിശ്വാസം ദൈവത്തിലാണ് എന്ന ബോധ്യത്തോടെ നിൽക്കുവാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.